70 വർഷത്തെ കാത്തിരിപ്പ്. ഞാനൊരു ആർസണൽ ഫാനാണ്. 20 വർഷം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രീമിയർ ലീഗ് എടുക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് FA കപ്പൊക്കെ ജയിച്ചെങ്കിൽ പോലും ഒന്നും നമുക്ക് അതൊന്നും അക്സെപ്റ്റബിളായിട്ട് പറ്റുന്നില്ല എനിക്ക്. അപ്പം ഈ 70 വർഷം ലോയലായിട്ട് നിന്ന ഫാൻസിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച്, എല്ലാ ആഴ്ചയും സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്ന ആ ന്യൂ കാസിൽ ഫാൻസിൻ്റെ അവസ്ഥ. എന്തായാലും ആ ഒരു അവസ്ഥയ്ക്ക് ശുഭദിനം ഇന്ന്. പണ്ട് 1955 മാൻ സിറ്റിനെ FA കപ്പിൽ പരാജയപ്പെടുത്തിയതുപോലെ ഇന്നിതാ ലിവർപൂളിനെ 2-1 വളരെ കൺവിൻസിങ് ആയിട്ട് വളരെ ഡോമിനേറ്റിംഗ് ഫുട്ബോൾ കളിച്ച് കാരബോ കപ്പ് ന്യൂ കാസിൽ ഉയർത്തിയിരിക്കുന്നു. വെൽ ഡൺ. സീരിയസ്ലി വെൽ ഡൺ. വാട്ട് എ ഗെയിം അല്ലേ? ഈ കളിയിലേക്ക് വരുമ്പം ഓബ്വിയസ് ഡിസഡ്വാൻറ്റേജ് ന്യൂ കാസിലിന് തന്നെയായിരുന്നു. കാരണം ഈ കളിയിൽ ആന്റണി ഗോർഡൻ കളിക്കുന്നില്ല. കാരണം FA കപ്പിൽ റെഡ് കാർഡ് കിട്ടിയിട്ട് സസ്പെൻഷനിൽ ഇരിക്കുകയാണ് ആന്റണി ഗോർഡൻ. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജോട് കൂടിയാണ് ഈ കാരബോ കപ്പ് ഫൈനൽ കളിക്കുന്ന ലിവർപൂളുമായിട്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ലിവർപൂളിൻ്റെ ഡൗൺഫോളിനെ പറ്റിയല്ലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത് ന്യൂ കാസിലിൻ്റെ പെർഫോമൻസിനെ പറ്റിയായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. ഫസ്റ്റ് നമ്മൾ ലിവർപൂളിൻ്റെ ഡൗൺഫോളിലേക്ക് വരും. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ ന്യൂ കാസിലിൻ്റെ ആ ഒരു ഗെയിമിനെ പറ്റി നമ്മൾ സംസാരിക്കും. ന്യൂ കാസിലിൻ്റെ ഫസ്റ്റ് ഹാഫ് സ്റ്റാറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഈ സ്റ്റാറ്റിൽ പോലെ തന്നെയായിരുന്നു ആ ഗെയിമും. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഫസ്റ്റ് ഹാഫിൽ ലിവർപൂളിന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അടിക്കാൻ പറ്റുന്നില്ല. ലിവർപൂൾ ഹാഡ് നോ ഐഡിയ ഹൗ ടു ബ്രേക്ക് ഡൗൺ ന്യൂ കാസിൽ. കുറേ സൈഡ് വേസ് പാസിങ് ഉള്ളതല്ലാതെ ത്രെറ്റനിങ്ങേ അല്ലായിരുന്നു. ന്യൂ കാസിൽ അതേസമയം വെൽ ഓർഗനൈസ്ഡ് ഒരു മെഷീൻ പോലെ അവിടെ അങ്ങനെ നിന്നു. അത് മാത്രം അറ്റാക്കിലേക്ക് പോകുമ്പോൾ ക്ലീൻ ആൻഡ് ക്രിസ്പ്. പാസസിനൊക്കെ എന്ത് ഷാർപ്നെസ്സാണ്. ട്രിപ്പിയർ ഓരോ കോർണർ എടുക്കുമ്പോഴും അതിനൊരു ത്രെറ്റ് ഉണ്ടായിരുന്നു. ട്രിപ്പിയറിൻ്റെ കോർണറാണ് ഡാൻ ബേൺ കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ റോബോട്ടോ കാർലോസ് എടുത്തില്ലേ, അതുപോലത്തെ അങ്ങനത്തെ ഒരു കിക്കാണ് എടുക്കുന്നത്. ട്രിപ്പിയറിൻ്റെ ആ കോർണർ ഔട്ട് സ്വിങ് ആണ്, ഇങ്ങനെയാണ് പോകുന്നത്. ആ ഔട്ട് സ്വിങ് ഡാൻ ബേൺ ഹെഡ് ചെയ്യുന്നു, നല്ല പ്ലേസ് ചെയ്യുന്നു. ഹെഡിങ് എന്നല്ല അതിന് പറയേണ്ടത്, അത് പ്ലേസ് ചെയ്യുന്നു, വളരെ ബ്യൂട്ടിഫുള്ളി പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഈ പ്ലെയർ കഴിഞ്ഞ 1 വർഷമായിട്ട് ഗോൾ അടിച്ചിട്ടില്ലെന്ന്. ദാറ്റ്സ് ഫുട്ബോൾ. ഇനി ആ മനുഷ്യൻ്റെ പേര് ചരിത്രത്തിൽ എഴുതി വെക്കും. 70 വർഷങ്ങൾക്ക് ശേഷം ന്യൂ കാസിലിന് വേണ്ടി കപ്പ് ഉയർത്താൻ സഹായിച്ച ഡാൻ ബേൺ. ഫസ്റ്റ് ഗോൾ അങ്ങനെ വരുന്നു ഫസ്റ്റ് ഹാഫിൽ 45th മിനിറ്റ്. അതും ലാസ്റ്റ് വെൽ ഡിസേർവ്ഡ് ഗോൾ എന്ന് തന്നെ പറയണം. ഫുൾ കൺട്രോൾ ന്യൂ കാസിലിൻ്റെ കയ്യിലായിരുന്നു. പൊസഷൻ മാത്രമേ ഉള്ളായിരുന്നു ലിവർപൂളിൻ്റെ സൈഡിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ആർനെ സ്ലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമെന്നാണ്. കേർട്ടിസ് ജോൺസ്, ഈ ന്യൂനേസ്, ഇവരെയൊക്കെ നേരത്തെ തന്നെ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇതൊരു കപ്പ് കോമ്പറ്റീഷനാണ്. യു ഡോണ്ട് നീഡ് ടു പ്ലേ സേഫ് ഹിയർ. ഗോള് വേണം, ജയിക്കണം, ഇതാണ് വേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്കൻഡ് ഗോൾ വരുന്നത്. സെക്കൻഡ് ഗോള് ഈസാക്ക് സ്കോർ ചെയ്യുന്നു. പക്ഷേ അത് ഓഫ് സൈഡ് എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നു. ആ ഗോള് കയറിയപ്പോൾ തന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അങ്ങ് മാറി. അത് ഡിസലൗഡ് ഗോൾ ആണെങ്കിൽ പോലെ തന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ അറ്റ്മോസ്ഫിയർ വാസ് നോട്ട് ലൈക്ക് 1 goal ലീഡ് അറ്റ്മോസ്ഫിയർ. അതിനൊരു സ്വിച്ച് വന്നു. ആ സ്വിച്ച് അത് ഡിസലൗഡ് ഗോൾ ആണെങ്കിൽ പോലും കാണികൾ ദേ സ്റ്റാർട്ടഡ് ബിലീവിങ് ദാറ്റ് ഒരെണ്ണം കൂടെ ഇനി വരും എന്ന്, നമുക്കിതെടുക്കാൻ പറ്റും എന്ന്. കാരണം 1 goal ലീഡ് എന്ന് പറയുന്നത് വളരെ തിൻ ലീഡാണ്. പക്ഷേ ആ ഡിസലൗഡ് ഗോൾ കയറിയപ്പോൾ തൊട്ട് ഫാൻസിൻ്റെ എനർജി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഈസാക്കിൻ്റെ തന്നെ സെക്കൻഡ് ഗോൾ. അത് ക്ലിയർ ഓൺ സൈഡ് ഫോർവേഡ് മൂവ്. എന്താ ഗോള്? ഈ പറഞ്ഞ 2 ഗോളും വെൽ വർക്ക്ഡ് ഔട്ട് ഗോൾസ്. ലിവർപൂൾ ഹാഡ് നോ ആൻസേഴ്സ്. സീരിയസ്ലി, സാല ഇൻവിസിബിൾ, കാണാനേ ഇല്ല. ഫുള്ളി കംപ്ലീറ്റ്ലി. എന്നാൽ സാലനെ ആരും മാർക്ക് ചെയ്യുന്നില്ലായിരുന്നു. സാല വാസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ്. സാലനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന, അങ്ങനെ സാലനെ മാർക്ക് ചെയ്യാനായിട്ട് ഒരാളോ അതല്ലായിരുന്നു ന്യൂ കാസിലിൻ്റെ ഗെയിം.
അതേ അല്ലായിരുന്നു. സാല ഒരു പ്ലെയർ, സാല ജസ്റ്റ് അനദർ പ്ലെയർ എന്നുള്ള ഒരു ഫോക്കൽ പോയിന്റിലാണ് ന്യൂ കാസിൽ ടീമിനെ സെറ്റപ്പ് ചെയ്തത്. They wanted to win this game. They had a game plan. Newcastle, when they didn't have the ball, they defended well structured. When they had the ball, they were fast, they were crisp. എഡി ഹാവിന് ഒരു സല്യൂട്ട്, ഒന്നും പറയാനില്ല. എ വെൽ വർക്ക്ഡ് ഔട്ട് ഫൈനൽ മാച്ച്, വെരി ഗുഡ്. ഒരുപാട് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അവർ. ഫസ്റ്റ് ഗോളിൽ തന്നെ അത് ഈസിലി വിസിബിൾ ആണ്. ലാസ്റ്റ് മിനിറ്റിൽ തിരിച്ചു വരവ് നടത്താൻ നോക്കിയെങ്കിലും, ഒരു ഗോൾ കയറിയെങ്കിലും, ലിവർപൂൾ ഒരു ഗോൾ അടിച്ചെങ്കിൽ പോലും ഒരു ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഒരു ടെൻഷൻ വന്നെങ്കിൽ പോലും അതും ന്യൂ കാസിൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്തു. ഒരു പ്ലെയറിനെ മാത്രമായിട്ട് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാൻ പറ്റുന്നില്ല. ഈസാക്ക്, ജോലിൻടൺ, ടൊണാലി, ട്രിപ്പിയർ, ഇവരെല്ലാവരും ഒരു കളക്റ്റീവ് യൂണിറ്റായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ ഒരു ചരിത്ര നേട്ടം നേടാൻ പറ്റിയത്. ന്യൂ കാസലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ്. സോ കൺഗ്രാജുലേഷൻസ് ടു ന്യൂ കാസൽ. ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ മാച്ചിനകത്ത് ഞാൻ കണ്ടത് ഗസ്റ്റായിട്ട് അലൻ ഷിറാർ ഉണ്ടായിരുന്നു. അലൻ ഷിറാർ ഇപ്പോഴും ദ ഹയസ്റ്റ് ഗോൾ സ്കോറർ ഓഫ് പ്രീമിയർ ലീഗ്. ആ പുള്ളിക്ക് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത അച്ചീവ്മെൻ്റാണ് ഇപ്പം ന്യൂ കാസിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഓൾ ദാറ്റ് ഗോൾസ് കുഡിൻ ഗെറ്റ് ന്യൂ കാസിൽ എ ടൈറ്റിൽ. ദിസ് കളക്റ്റീവ് എഫേർട്ട് ഗോട്ട് ദം ദിസ് ടൈറ്റിൽ. അത് നമ്മൾ ഓർക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ലിവർപൂളിൻ്റെ ഡൗൺഫോളിനെ പറ്റി സംസാരിക്കുന്നേ ഇല്ല. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതിൽ നമുക്ക് ലിവർപൂളിൻ്റെ ഈ ക്രാഷ് ഔട്ടിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ടു ന്യൂ കാസിൽ.